സോ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ, നെയിംഡ് റിയാക്ഷനാണ് ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ. ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രസോ ബെൻസീന് ബെൻസിഡീനായിട്ട് റീഅറേഞ്ച് ചെയ്യുന്നു. അതാണ് ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഈ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷനുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് അവരുടെ സ്ട്രക്ചറിൽ ഒരു റീഅറേഞ്ച്മെൻറ്റ് വന്നിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പൊതുവെ അവിടെ എന്താണ് വേറൊരു സംഭവമായിട്ട് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്, അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ. മീൻസ് അസിഡിക് മീഡിയത്തിൽ നമ്മൾ ഹൈഡ്രസോ ബെൻസിനെ ഇട്ട് കഴിഞ്ഞാൽ അത് റീഅറേഞ്ച് ചെയ്ത് ബെൻസിഡീൻ ആവുന്നു. അതാണ് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓൺ ട്രീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl, ഹൈഡ്രസോ ബെൻസീൻ അണ്ടർഗോസ് rearrangement to give benzidine, and the acid catalyzed conversion of hydroso compoundsനെയാണ് നമ്മൾ ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒന്നീ അക്വസ് അല്ലെങ്കിൽ എഥനോളിക് ആൽക്കഹോളിക് സൊല്യൂഷൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ഓർ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലാണ് ഈ റീഅറേഞ്ച്മെൻറ്റ്സ് പൊതുവേ നടക്കുന്നത്. സോ ഹൈഡ്രസോ ബെൻസീൻ എന്താണ്? രണ്ട് ബെൻസീൻ റിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട് NH ഗ്രൂപ്പ് വരുന്നതാണ് ഹൈഡ്രസോ ബെൻസീൻ എന്ന് പറയുന്നത്. അതിൻ്റെ അസിഡിക് മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അസിഡിക് മീഡിയത്തിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെൻസിഡീനായി മാറുന്നു. ബെൻസിഡീൻ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇങ്ങനെ വരുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് ബെൻസീൻ റിങ് കണക്ട് ചെയ്ത് അതിൻ്റെ പാരാ പൊസിഷൻസിൽ ഇത് വരുന്നു, NH2 ഗ്രൂപ്പ് വരുന്നു, അമിനോ ഗ്രൂപ്പ് വരുന്നു. ഓക്കെ, അതാണ് ബെൻസിഡീൻ എന്ന് പറയുന്നത്. സോ വി ഷുഡ് നോ ദ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ആൻഡ് വി ഷുഡ് ഓൾസോ നോ ദ സ്ട്രക്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. നമുക്കിത് രണ്ടും അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെക്കാനിസത്തിൽ എവിടെയെങ്കിലും തെറ്റിയാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അവസാനത്തെ പ്രൊഡക്റ്റെങ്കിലും എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഓർമ്മ വേണം, പ്രൊഡക്റ്റിൻ്റെ ഇത് ഓർമ്മ വേണം, രണ്ടിൻ്റെയും സ്ട്രക്ചർ കൃത്യമായിട്ട് ഓർമ്മ വേണം ഒരു നെയിംഡ് റിയാക്ഷൻ പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പം കോൺസെൻട്രേറ്റഡ് HClൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രസോ ബെൻസീന് ബെൻസിഡീനായി മാറുന്ന റീഅറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് പൊതുവേ ഉള്ളൊരു റിയാക്ഷനാണ്, ജനറൽ റിയാക്ഷനാണ്. കാരണം ആരോമാറ്റിക് ഡൈഅമീൻസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഈ മെത്തേഡ് വഴി. അതുകൊണ്ട് വെരി കോമൺ റിയാക്ഷനാണ് ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മെക്കാനിസം ആണ്. ഇതിൽ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. 2-3 സ്റ്റെപ്പിൽ അതിൻ്റെ മെക്കാനിസം അവസാനിക്കും, നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ജസ്റ്റ് റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. ദിസ് റീഅറേഞ്ച്മെൻറ്റ് ഇൻവോൾവ് ഫോൾഡിംഗ് ഓഫ് ഹൈഡ്രസോ കോമ്പൗണ്ട്, ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് എ ബോണ്ട് ബിറ്റ്വീൻ പാരാ പൊസിഷൻസ് ഓഫ് 2 ബെൻസീൻ റിംഗ് ആൻഡ് ക്ലീവേജ് ഓഫ് നൈട്രജൻ ബോണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടുത്തെ നൈട്രജൻ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു ആൻഡ് ഇതിൻ്റെ പാരാ പൊസിഷൻസിൽ തമ്മിലൊരു കണക്ടിവിറ്റി വരുന്നു. അങ്ങനെയാണ് ഈ ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്. ആൻഡ് ഈ നൈട്രജനും ഇതിനകത്ത് ഒരു H+ കൂടി വരുന്നു, NH2 ആകുന്നു അത്. ഓക്കെ, അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം. സോ ഹൗ ദിസ് പാരാ പൊസിഷൻ കണക്റ്റ് ആവുന്നു, എങ്ങനെയാണ് ബോണ്ട് റീഅറേഞ്ച് ചെയ്തത് ഈ പാരാ പൊസിഷൻ കണക്റ്റ് ആവുന്നത്, എന്നിട്ട് എങ്ങനെയാണ് ആ നൈട്രജൻ ബോണ്ട് ക്ലീവ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ മെക്കാനിസത്തിൽ നോക്കാൻ പോകുന്നത്. ആൻഡ് മെക്കാനിസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പാരാ പൊസിഷൻസ് തമ്മിലൊരു ബോണ്ട് വരുന്നു ആൻഡ് നൈട്രജൻ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. ക്ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ മെക്കാനിസത്തിൽ നടക്കുന്നത്. സോ എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണല്ലോ ഹൈഡ്രസോ ബെൻസീൻ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ രണ്ട്
ഈ 2 ബെൻസീൻ റിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള കണക്ടിവിറ്റി ഉണ്ടോ? ഇല്ല. നമുക്ക് ഒരു രീതിയിലുള്ള കണക്ടിവിറ്റിയും അവർ തമ്മിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അതിലൊരു കണക്ടിവിറ്റി വരുന്നു, അതിലൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. അതാണ് നമ്മുടെ ബെൻസിഡീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബെൻസിഡീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. സോ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. സോ 2 H+ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, സോ H+ കയറുന്ന പൊസിഷൻസ് എന്തായിരിക്കും? ഒന്ന് ഇവിടേക്കും ഒരു H+ കയറും, ഒന്ന് ഇവിടേക്കും ഒരു H+ കയറും. അപ്പോൾ നൈട്രജൻ്റെ ചാർജ് എന്താവും? പോസിറ്റീവ് ആകും. ഓക്കെ, അതാണ് നമ്മളിവിടെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കാം. NH2 പ്ലസ് NH2 പ്ലസ്. സോ ഇങ്ങനെ NH2 ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ഇവിടെ എന്താണ് നടക്കുന്നത്? ബോണ്ട് ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. ആ ബോണ്ട് ഷിഫ്റ്റിംഗ് വഴിയാണ് നമുക്ക് പാരാ പൊസിഷൻസ് തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബോണ്ട് ഷിഫ്റ്റിംഗ് ഞാൻ വേറെ കളറിൽ കാണിക്കാം. ആദ്യം തന്നെ ഈ ബോണ്ട് ബ്രേക്കായി ഇവിടോട്ട് പോകും. ഓക്കെ, സോ ഇവിടെ ഈ ബോണ്ട് ബ്രേക്കായി, എന്നും തമ്മിലുള്ള ബോണ്ട് എന്ത് ചെയ്തു? ബ്രേക്കായി. ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായി? ഡബിൾ ബോണ്ട് ആകും. അപ്പോൾ ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ബോണ്ടിന് ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. സോ ഈ ബോണ്ട് ചെന്ന് ഈ അടുത്ത ബെൻസീൻ റിങ്ങിൻ്റെ പാരാ പൊസിഷനിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ബോണ്ടിന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഈ ബോണ്ട് ഷിഫ്റ്റ് ആകുന്നു. ഓക്കെ, അപ്പം ഈ ബോണ്ട് ഷിഫ്റ്റ് ആയി കഴിയുമ്പോൾ ഈ ബോണ്ടിന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, സോ ഈ ബോണ്ടും ഷിഫ്റ്റ് ആവുന്നു. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത്രയും ബോണ്ട് ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഓവറോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അത് ഞാൻ ഗ്രീൻ ലൈനിൽ കാണിക്കാം. എന്താണ്? ഇവിടെ ബോണ്ട് ബ്രേക്ക് ആകുന്നു. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ആകുന്നു. ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ആവുകയാണേ. ഓക്കെ, ആൻഡ് എന്താണ്? ഇവിടെ ഒരു പുതിയ ഡബിൾ ബോണ്ട് വരുന്നു. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നു. ഓക്കെ, ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ആകുന്നു. പകരം ഇവർ തമ്മിലൊരു ബോണ്ട് വരുന്നു. ഓക്കെ, ഈ ബോണ്ട് ബ്രേക്ക് ആകുന്നു. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നു. ആൻഡ് ഈ ബോണ്ട് ബ്രേക്ക് ആകുന്നു. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്ത പ്രോഡക്റ്റിൻ്റെ കേസിൽ. ആൻഡ് റിമെമ്പർ, എല്ലാ ബെൻസീൻ റിങ്ങിൻ്റെ എല്ലാ കാർബണിലും ഒരു ഹൈഡ്രജൻ കാണും. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കത് മനസ്സിലാവും. ആ ഹൈഡ്രജൻ എന്തുകൊണ്ടാണ് നമ്മൾ വലിച്ചു നീട്ടിയെന്ന് മനസ്സിലാവും. എല്ലാ ബെൻസീൻ റിങ്ങിൻ്റെയും കാർബണിൻ്റെ അടുത്ത് ഒരു ഹൈഡ്രജൻ കാണും. ആ ഹൈഡ്രജനാണ് ഞാൻ വലിച്ചു നീട്ടി എഴുതിയേക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ബെൻസിഡീൻ ഉണ്ടാവുന്ന ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയാം നമുക്കിതിനെ. ഓക്കെ, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏതൊക്കെ ബോണ്ടുകളാണ് റീപ്ലേസ് ആയെന്ന് നോക്കി നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ബെൻസീൻ റിങ്. ഓക്കെ, ഇവിടെ ഈ ബോണ്ട് ഇവിടെ ഈ ബോണ്ട് പുതിയതായിട്ട് ഫോം ചെയ്തു. ഡബിൾ ബോണ്ട് NH2 വന്നു പ്ലസ്. നെക്സ്റ്റ് ബെൻസീൻ റിങ് വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ ഈ ബോണ്ടും ഉണ്ട്, ഈ ബോണ്ടും
ഈ ബോണ്ട് പുതിയതായി ഫോം ചെയ്തു, ഈ ബോണ്ട് ഉണ്ട്. ഇവിടെയും ഡബിൾ ബോണ്ട് NH2+ ആണ് നമുക്കുള്ളത്. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ബോണ്ട് വന്നു. ഇത്രയുമാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഈ 2 ഹൈഡ്രജൻ ആറ്റം പോകുന്നു, -2H+. അതാണ് ഇവിടെ നടക്കുന്നത്. ഏത് 2 ഹൈഡ്രജൻ ആറ്റം? ഈ ഹൈഡ്രജൻ ആറ്റമും ഈ ഹൈഡ്രജൻ ആറ്റമും നമ്മളെ വിട്ട് പോകുന്നു. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത് നെക്സ്റ്റ്. സോ അവർ പോകുമ്പോൾ ഉള്ള ബോണ്ട് ഷിഫ്റ്റിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ഈ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺസ് ഈ ബോണ്ടിന് കൊടുത്തിട്ടാണ് പോകുന്നത്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഇതിനും എന്ത് വരും? ഈ ബോണ്ടല്ല, ഓട്ടോമാറ്റിക്കലി ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഈ ബോണ്ടും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, നൈട്രജനിലേക്ക്. ആൻഡ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തിട്ട് പോകും. ഓക്കെ, ഈ ഉണ്ടായ പുതിയ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ഇതും ഇവിടെയും നൈട്രജനിലേക്ക് ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഈ ബോണ്ട് ബ്രേക്ക് ആകും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആകും. ഓക്കെ, ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ആവും. ഇവിടെ ഒരു ബോണ്ട് വരും. ആൻഡ് ഇവിടത്തെയും ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ഓക്കെ, നമുക്ക് അപ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ ബെൻസിഡീൻ ആണ്. ഓക്കെ, ഇത്രയും വരെ എഴുതി വെച്ചിട്ട് ബെൻസിഡീൻ ആണ് കിട്ടുന്നതെന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ബെൻസിഡീൻ എങ്ങനെ വേണേലും വരയ്ക്കാം. ടെക്സ്റ്റിൽ വരച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ബെൻസിഡീൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഇതാണ് പുതിയ ബോണ്ട്, ഇതാണ് ന്യൂ ബോണ്ട്. പാരാ പൊസിഷനിൽ ഈ വന്ന ബോണ്ടാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ പൊസിഷൻസ്. ഈ ഒരു പൊസിഷൻസ് ആണ് നമ്മുടെ ഈ NH2ൻ്റെ പൊസിഷൻസ് എന്ന് പറയുന്നത്. അത് എന്താ ഇങ്ങനെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ആ പാരാ പൊസിഷനിൽ വന്ന ന്യൂ ബോണ്ട് എന്ന് പറയുന്നത്, 2 ബെൻസീൻ റിങ് കണക്ട് ചെയ്തുകൊണ്ടുള്ള. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ആദ്യം തന്നെ അസിഡിക് മീഡിയത്തിലായതുകൊണ്ട് 2H+ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് കയറുന്നു, NHലേക്ക് കയറുന്നു. ഓക്കെ, NH2+ ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ബോണ്ട് ഷിഫ്റ്റിംഗ് നടക്കുന്നു. ആൻഡ് ദെൻ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് കിട്ടും. പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുന്നേ ഒരു റീഅറേഞ്ച്ഡ് എന്താണ് മോളിക്യൂൾ കിട്ടുന്നു. അതിൽ വീണ്ടും റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടാണ് നമുക്ക് ബെൻസിഡീൻ കിട്ടുന്നത്. വൃത്തിയായിട്ട് നോട്ട്ബുക്കിനകത്ത് വരച്ച് തന്നെ ഇത് പഠിക്കണം, ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ.